ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴത്തോരു മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്നൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അടുക്കളയിലെ പൗലോസിൻ്റെ കള്ളത്തരം എല്ലാം തന്നെ അലീനെ കണ്ടുപിടിക്കുക കേട്ടോ. പക്ഷെ പൗലോസ് സമ്മതിക്കണമെന്നില്ല. അതേ കൊച്ചെ, ഇത് എൻ്റെ ഏരിയയാണ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. കേണൽ സാർ പോലും ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനായിട്ട് എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ, പക്ഷെ മീൻ വെട്ടുമ്പോൾ വാലും തലയൊക്കെ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ എന്തിനാണ്? അതെ, ഇവിടുത്തെ വേലക്കാരത്തി കൊണ്ടുപോയിക്കൊള്ളും. ഓഹോ, അത് കൊള്ളാം. 2.5 കിലോ മീൻ മേടിച്ച 1 കിലോ മാത്രമേ കറി വെക്കുള്ളൂ, ബാക്കി 1.5 കിലോ കളയോലെ. അത് കൊള്ളാം. അല്ല, ഈ പച്ചക്കറിയൊക്കെ എന്തിനാ സഞ്ചിയിലാക്കി വെക്കണത്? അതൊക്കെ ചെറുതായിട്ട് ചീഞ്ഞു തുടങ്ങി, വേലക്കാരത്തി കൊണ്ടുപോയിക്കോളും. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലീന അവിടെ തന്നെ നിൽക്കുക കേട്ടോ. അതിനുശേഷം ആ വേലക്കാരത്തി ചേച്ചി വരുമ്പോൾ ആ കവർ എടുക്കാൻ പോകുമ്പോഴേക്കും അലീന പറയണ, ചേച്ചി ആ കവർ അവിടെ വെച്ചേ എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ആ കവർ കൊണ്ടുപോകാൻ നോക്ക് എന്ന് പറയുമ്പോഴേക്കും പറ്റില്ല, ആ കവർ ഇങ്ങോട്ട് കാണിച്ചേ എന്ന് പറയാണ്. ശേഷം ആ കവർ എടുത്തിട്ട് നോക്കുമ്പോഴേക്കും അലീന ഞെട്ടിപ്പോകാണ്. പച്ചക്കറി, മീൻ, അതുപോലെ തന്നെ മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, എല്ലാ സാധനവും ഉണ്ട്. ഒന്നിനും ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടില്ല. അപ്പോൾ പൗലോസിനോട് ചോദിക്കണ്ടല്ല, ഈ മസാലപ്പൊടിക്കൊക്കെ എന്തിനിങ്ങനെ കൊടുത്തയക്കണത്? ഇതിൽ ഡേറ്റ് ഒരുപാടുണ്ടല്ലോ. 6 മാസം കൂടിയല്ലേ ഡേറ്റ് ഉള്ളൂ, അതൊന്നും എടുക്കില്ല. ഇവിടെ ഇന്നലെ, അത് കഴിഞ്ഞ മാസം ഡിസ്പാച്ച് ചെയ്ത സാധനങ്ങൾ മാത്രമേ ഈ മാസം ഉപയോഗിക്കുള്ളൂ, അല്ലാത്ത സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല. കൊച്ചിന് എന്താ കൊച്ചെ എപ്പോഴും എൻ്റെ മെക്കിട്ട് കയറണത്? അല്ല, ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ നടക്കുന്നത് ഈ അടുക്കളയിലാണല്ലോ, അതുകൊണ്ട് അറിയണമെന്ന് തോന്നി. ഒരു 2 പേര് നിൽക്കുന്ന ഒരു വീട്ടിൽ, അല്ലെങ്കിൽ കേണൽ സാധാരണ സാറ് മാത്രം നിൽക്കുന്ന വീട്ടിൽ ഒരു മാസം 10-40,000 രൂപയുടെ പലചരക്ക് സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 10-20,000 രൂപയുടെ സാധനത്തിൻ്റെ പോലും ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ, ശരി, ഞാൻ ഈ പണി നിർത്താം, ഞാൻ രണ്ടിലൊന്ന് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ് അവിടെ നേരെ പോണത് നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്തേക്കാട്ടോ. സ്റ്റാൻലിയുടെ അടുത്ത് പറയണ്ട, സർ, കേണൽസ് എന്ന് പറയാണ്. എന്താടോ സർ, സാറിൻ്റെ മകളാന്ന് പറഞ്ഞ അലീന പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല സർ അടുക്കളയിൽ. അവളെന്താ തന്നെ ചെയ്തത്? അടുക്കളയിൽ വന്നിട്ട് എന്തിനാണ് ഈ പച്ചക്കറി ഉപയോഗിക്കണത്? എന്തിനാണ് ഈ വേസ്റ്റ് ആക്കിയ മുള്ളും മീനൊക്കെ എന്തിനാണ് വേലക്കാരത്തേക്ക് കൊടുത്ത് അയക്കണത് എന്നൊക്കെ ചോദിച്ചു. സമാധാനം തരുന്നില്ല. അലീനയോ? അതെ, ശരി, ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. അലീന, അലീന എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ അടുക്കളയിലൊരു പ്രശ്നം? അത് പപ്പ വേറൊന്നുമല്ല, ചെറുതായിട്ടൊന്ന് നിലത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ ആ തക്കാളി എടുക്കുന്നില്ല. മീനാണെങ്കിലോ വലിയ മീൻ മേടിക്കും, അതിൻ്റെ തലയൊക്കെ അറുത്തു മുറിച്ച് കളയണ കാണുമ്പോൾ വലിയ പീസാ തല കളയണത്, വാലും വലിയ പീസ് വെട്ടിക്കളയും, നടുക്കില് ഒരു കഷ്ണം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് ഞാനാ പറഞ്ഞത്, എനിക്ക് തലയും വാലൊന്നും ഇഷ്ടമല്ല. ആയിക്കോട്ടെ, പക്ഷെ മീൻ വെട്ടുന്നതിന് ഒരു രീതിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്തിനാ മീൻ മേടിക്കണത്? അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കിയ മീൻ മേടിക്കാൻ കിട്ടുമല്ലോ മാർക്കറ്റിൽ, അത് വാങ്ങിച്ചാൽ പോരെ? അലീന, നീ നിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. പൗലോസ് നോക്കുന്നത് അടുക്കള കാര്യങ്ങളാണ്, ആ കാര്യങ്ങൾ പൗലോസ് തന്നെ നോക്കിക്കോളും. എന്നാലും എനിക്കൊന്നും കണ്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല പപ്പ, ഞാൻ ഇനിയും ചോദിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും, നീ നിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് ആ അടുക്കളക്കാരൻ്റെ മുമ്പിൽ നമ്മുടെ അലീനെ വല്ലാത്ത രീതിയിൽ വഴക്ക് പറയുന്നുണ്ട് നമ്മുടെ ലാലിച്ചൻ കേട്ടോ. അത് കേൾക്കുന്ന അലീനക്ക് വല്ലാത്ത വിഷമമായിട്ട് അലീന പിണങ്ങി മാറിയിരിക്കുകയാണ്. അലീനയുടെ പിടക്കം മാറ്റാൻ വേണ്ടി പരമാവധി പണികൾ നോക്കുന്നുണ്ട് നമ്മുടെ സ്റ്റാൻലി. പക്ഷെ അലീനക്ക് വല്ലാത്ത വിഷമമായിട്ട്, കാരണം അത്രമാത്രം ഫുഡ് ഐറ്റംസ് ആണ് വേസ്റ്റ് ചെയ്ത് കളയണത്. ഇവിടെ മനുഷ്യർ മാത്രമല്ല, പല മൃഗങ്ങളും ഉണ്ട്. ആ മൃഗങ്ങൾ പോലും ഭക്ഷണം കഴിക്കാതെ എത്രയോ പേരാണ്, മനുഷ്യരും മൃഗങ്ങളും കുറെ പക്ഷികളൊക്കെ മരിക്കുന്നത് ഒരേ ദിവസം. അതൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അലീന ആകെ വിഷമിച്ചിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ വല്യപ്പച്ച പറയുന്നുണ്ട്, അലീന പറഞ്ഞതിലും കാര്യമുണ്ട് ലാലിച്ച, ഞാൻ ഇതുവരെ അടുക്കളയിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് അടുക്കളയിൽ കയറിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്തോ ഒരു സാധനങ്ങളാ വേസ്റ്റ് ചെയ്ത് കളയണത് ലാലിച്ച. നമ്മൾ കൃഷിപ്പണി എടുക്കുന്നവരല്ലേ, എന്തിനിങ്ങനെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണത്? അലീന പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട്. പൗലോസിനെ മാത്രമല്ല, കുറച്ചൊരു തണ്ടും കൂടുതലാണ്. അലീനയുടെ അടുത്ത് പെരുമാറേണ്ട രീതിയിലല്ല അവൻ പെരുമാറണത്. അലീനയുടെ അടുത്ത് എന്തോ വല്ലാതെ ഇവിടുത്തെ എന്തോ മുതലാളിനെ പോലും അവൻ പെരുമാറണത്. ഇതൊക്കെ നിന്റെ കയ്യിലിരിപ്പുണ്ടോ ലാലിച്ച, നിന്റെ വേലക്കാരൊക്കെ ഈ രീതിയിലായത്? ശരി, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻലി തന്നെ അടുക്കളയിൽ കയറി നോക്കുകയാണ്. നോക്കുമ്പോൾ ഞെട്ടിപ്പോകാട്ടോ. അലീന പറഞ്ഞതൊക്കെ ശരിയാണ്, അവിടെ ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് ചെയ്ത് കളയാണ്. ഫ്രിഡ്ജിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച മേടിച്ച സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, എന്നിട്ട് പുതിയത് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുഴപ്പമില്ല. പക്ഷെ മീനൊക്കെയോ എല്ലാം വേസ്റ്റ് ചെയ്ത് കളയുന്നു, പച്ചക്കറിയൊക്കെ വെറുതെ വേസ്റ്റ്. ഒരു കുഴപ്പമില്ലാത്ത പച്ചക്കറിയൊക്കെ ആ ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പിന്നെ കള്ള ബില്ലൊക്കെ അടിച്ചിട്ടാണ്
ആയിട്ടാണ് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടും വരുന്നത്. ഇതൊക്കെ കാണുന്ന സ്റ്റാൻലി കള്ളത്തരങ്ങളൊക്കെ പൗലോസിന്റെ കണ്ടുപിടിക്കുകയും പൗലോസിനെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കുകയും ചെയ്യാട്ടോ. നീ ഇനി ഇവിടെ ആവശ്യമില്ല, വേറെ നല്ല പാചകക്കാരെ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ പൗലോസ് അപ്പ സ്വഭാവം മാറും കേട്ടോ. അയ്യോ സാറേ എന്നെ പറഞ്ഞു വിടല്ലേ സാറേ എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കാണ്. അതൊക്കെ കേട്ടിട്ട് നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ടില്ല, ഇനി എന്തൊക്കെ സംഭവിച്ചാലും നീ ഈ വീട്ടിൽ വേണ്ട, നിനക്ക് പോകാം, ഇത്രയും നാൾ ജോലി എടുത്ത് എന്റെ സാലറി വാങ്ങിച്ചിട്ട് പോകാം എന്ന് പറയാണ്. കാല് പിടിക്കുന്നുണ്ട് അലീനയുടെയും അതുപോലെ തന്നെ സ്റ്റാൻലിയുടെ. എന്നെ പറഞ്ഞു വിടല്ലേ എന്ന് പറയുമ്പോൾ സ്റ്റാൻലി വേണ്ട, എനിക്ക് ഒരു വാക്കിയുള്ളൂ, ഇറങ്ങി പോയി വിടുന്നു എന്ന് പറയാണ്. അങ്ങനെ പൗലോസ് വിഷമിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ചെയ്യണം കേട്ടോ. 2-3 ദിവസം കഴിയുമ്പോൾ പൗലോസ് പോയപ്പോൾ തന്നെ തിരിച്ചു വരും. സാറേ ഞാൻ ഇനി ഒരിക്കലും തെറ്റും ചെയ്യില്ല സാറേ, എന്നോട് ക്ഷമിക്ക് സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയുടെ കാര്യം പിടിക്കും. മോളെ എനിക്ക് വീട്ടിലെ കുടുംബത്തിൽ വേറെ ഒരു വഴിയില്ല ജീവിക്കാനായിട്ട്, ഇവിടുന്ന് കിട്ടുന്ന സാലറി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കണം, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത്. മോളെ ഇനി ഒരിക്കലും ഞാൻ ദൂർത്തടിക്കില്ല മോളെ, എന്നോട് ക്ഷമിക്കും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയുടെ കാല് പിടിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ശരി പപ്പ വിട്ടുകള, എന്തായാലും ചേട്ടനൊരു തെറ്റ് പറ്റി, അത് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ഇനിയിപ്പോൾ അതിലൊന്നും ഇടപെടേണ്ട, എല്ലാം പോട്ടെ ശരിയാ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പൗലോസിനെ അവിടെ തിരിച്ചെടുക്കുന്നൊക്കെ കേട്ടോ. എന്തായാലും അലീന അവിടെ ഓരോരോ കാര്യങ്ങൾ നോക്കി ചെയ്യുമ്പോൾ ആ വീടൊന്ന് മര്യാദക്കാക്കാൻ നോക്കുമ്പോൾ നമ്മുടെ വേറെ വീട്, അതായത് നമ്മുടെ വൈജയന്തിന്റെ വീട് ആകെ കുളോ ആവാട്ടോ. വൈജയന്തിക്ക് അവിടെ ഒരു വിലയും കിട്ടുന്നില്ലെന്ന് വൈജയന്തിക്ക് മനസ്സിലാവാണ്. തൻ്റെ മക്കള് തന്നെ നോക്കുന്നില്ല, ഭർത്താവ് ശ്രദ്ധിക്കുന്നില്ല, ഇതൊക്കെ നോക്കുന്ന വൈജയന്തിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. വൈജയന്തി നോക്കുമ്പോഴാണെങ്കിൽ ഓരോരോ സെക്കൻഡും അലീനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക, ബബിതയും കൃഷ്ണജയും രോഹിത്തും എന്തിനാ ബാലചന്ദ്രൻ പോലും. ഇതൊക്കെ കേട്ട് നമ്മുടെ വൈജയന്തിക്ക് ദേഷ്യം വേണം. വൈജയന്തി ചോദിക്കേണ്ട, എടി ബബിതേ, എടി കൃഷ്ണതേ, എടാ റോഹി ഇങ്ങോട്ട് വാടാ, ഞാൻ ഇവിടെ നിന്ന് രാവിലെ ഇറങ്ങി പോകും ജോലിക്കെന്ന് പറഞ്ഞിട്ട്, ഞാൻ ഭക്ഷണം കഴിച്ചോ വെള്ളം കുടിച്ചോ എന്നൊക്കെ നിങ്ങളെ ചോദിക്കാറുണ്ടോ? എന്നിട്ട് എവിടെയോ കിടക്കുന്ന അലീന ചേച്ചിയെടുത്ത് ഭക്ഷണം കഴിച്ചു ചേച്ചി, ചോറ് കഴിച്ചു ചേച്ചി എന്നൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് നാണില്ലടോ? നിങ്ങളെ പറ്റത് ഞാനാണോ അവളാണോ എന്ന് ചോദിക്കാണ്. ഇത് കേൾക്കുന്ന ബബിത പറയണ്ട്, അമ്മ ഇവിടുത്തെ ജോലിക്ക് കൂടി തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ വരുന്നത്, അലീനയുടെ ചേച്ചിയുടെ കാര്യം അങ്ങനെയല്ലല്ലോ, ചേച്ചി ഞങ്ങളുടെ കൺമുമ്പിൽ ഇല്ലല്ലോ, ചേച്ചിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഉള്ള സമയത്ത് എന്തുമാത്രം ആ പാവത്തിന് ക്രൂരത ചെയ്തു, എന്തുമാത്രം വിഷമിപ്പിച്ചു, ഇപ്പൊ എനിക്കത് കാണിക്കുമ്പോൾ കുറ്റബോധം തോന്നുക, അലീന ചേച്ചിനെ കാണാതെ ഒരു സമാധാനമില്ല, എന്നാ പൊയ്ക്കോടി, എല്ലാം ഇറങ്ങി പൊയ്ക്കോ, അലീന ചേച്ചിയെടുത്ത് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ കൃഷ്ണജ പറയണ്ട്, അത് അമ്മ പറയേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് പോകണമെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ പോകും, അല്ലെങ്കിൽ അലീന ചേച്ചി ഇവിടേക്ക് വരും. ഇവിടേക്ക് വരുന്നോ? അവള് വീണ്ടുവോ? ഈ വീട്ടിൽ ഞാൻ കേട്ടില്ല, അതിന് ഈ വീട്ടിൽ ആർക്ക് കയറണമോ? ഇതൊക്കെ ഒരു വീടാണോ എന്ന് റോഹി പറയണ്ട്. അവിടെ അലീന ചേച്ചി സുഖമായിട്ടാണ് ജീവിക്കണത്. അലീന ചേച്ചി ഓരോരോ ദിവസം കഴിയും തോറും ഉണ്ടല്ലോ ചേച്ചി മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുക. ആ വീട്ടിലെ ആൾക്കാർ എന്തായാലും ഈ വീട്ട് പോലെ ആയിരിക്കില്ലല്ലോ, അലീന ചേച്ചി എന്തായാലും ഈ വീട്ടിലേക്ക് വരില്ല. ഹോ, ഇതുപോലൊരു വീട് ഈ ലോകത്ത് ഉണ്ടാവില്ല, എന്തൊരു വീടായത്, ഇതൊക്കെ ഒരു വീടാണോ? 3-4 പേര് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്ന ഒരു കാലിത്തൊഴുത്ത്, അങ്ങനെയായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ എന്ന് റോഹി പറയാണ്. ഇത് കേട്ട് വൈജ പറഞ്ഞതേ നിങ്ങളുടെ സംസാരമൊക്കെ കൂടുന്നുണ്ട്, അയ്യോ ദേ അലീന ചേച്ചി വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോ കോളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാട്ടോ. ഇവൾക്ക് എന്താണ് ഇത്ര വലിയ മാറ്റം എന്നറിയാൻ വേണ്ടി വൈജയന്തി ഒന്നും അറിയാതെ പോലെ പതുക്കെ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടോ, ഇനി അവൾക്ക് വല്ല മാറ്റം ഉണ്ടോ, അവൾ അവിടെ എങ്ങനെയാ കഴിയണത്, ഇവിടെ നിന്നിരുന്ന കോലം തന്നെയാണോ, അതോ വലിയ വില കൂടിയ ഡ്രസ്സുകളൊക്കെയാണോ വാങ്ങിച്ചിടുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി അലീനെ കാണാൻ വേണ്ടി ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടെങ്കിലും അലീനെ കാണുന്നൊന്നുമില്ല കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.